വേറിട്ട മനുഷ്യരെക്കുറിച്ചുള്ള പുസ്തകം മനിതർകാലത്തെക്കുറിച്ചുള്ള ചർച്ചയും വേറിട്ട അനുഭവമായി. കാഞ്ഞങ്ങാട് മാതൃഭൂമി ബുക്സിൽ നടന്ന ചർച്ചയിൽ ഗ്രന്ഥകാരനും കൈരളി ന്യൂസ് എഡിറ്ററുമായ ബിജു മുത്തത്തി എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. നമുക്ക് ചുറ്റിലും നമ്മൾ കാണാതെ പോകുന്ന മനുഷ്യരിലേക്ക് കണ്ണു തുറക്കുന്നതായി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ബിജു മുത്തത്തിയുടെ മനിതർകാലം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച. ഒരു ദശാബ്ദക്കാലത്തെ തന്റെ കേരള എക്സ്പ്രസ് എന്ന ദൃശ്യസഞ്ചാരത്തിലൂടെ കണ്ടെത്തിയ മനുഷ്യരെ പുസ്തകമാക്കുമ്പോൾ അനുഭവിച്ച സന്തോഷവും വെല്ലുവിളിയും എഴുത്തുകാരൻ വായനക്കാരുമായി പങ്കുവച്ചു. മനിതർകാലം കേരളത്തിന്റെ അദൃശ്യ ജീവിതമാണെന്നും ഈ പുസ്തകത്തിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല പെടാത്ത മനുഷ്യരെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോഴാണ് പുസ്തകം പൂർണ്ണമാവുന്നതെന്നും ബിജു മുത്തത്തി പറഞ്ഞു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലെയോ ഒരു ചിത്രകാരന്മാർ നാളെയും ഉണ്ടാകും. എനിക്കതിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം വലിയ എഴുത്തുകാർ നാളെയും ഉണ്ടാകും, വലിയ ചിത്രകാരന്മാർ നാളെയും ഉണ്ടാകും, വലിയ അഭിനേതാക്കൾ നാളെയും ഉണ്ടാകും. പക്ഷെ കുഞ്ഞമ്പുവേട്ടെ പോലുള്ള ഒരു സുരംഗമണിക്കാരൻ നാളെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ കാരണം അദ്ദേഹത്തോടെ ആ ഒരു അത് അവസാനിച്ചു. കുഞ്ഞമ്പുവേട്ടനെ ഒരു പ്രതിഭ എന്ന് പറയുന്നത് കുഞ്ഞമ്പുവേട്ടനോടെ അവസാനിച്ചു. പക്ഷെ നമ്മൾ അതിശയിപ്പിക്കുന്ന ചിത്രകാരന്മാർ ഇനിയും ഉണ്ടാകാം, അതിശയിപ്പിക്കുന്ന എഴുത്തുകാർ ഇനിയും ഉണ്ടാകാം, പക്ഷെ അതിശയിപ്പിക്കുന്ന സുരംഗമണിക്കാർ ഇനിയും ഉണ്ടാവില്ല. അത്തരം ഒരുപാട് മനുഷ്യരുണ്ട്. കാസർഗോഡ് കുണ്ടംകുഴിയിലെ സുരംഗ നിർമ്മാതാവിനെ ജലമനുഷ്യനായി വിശേഷിപ്പിച്ച് ആദ്യം അവതരിപ്പിച്ചത് ബിജു മുത്തത്തിയാണെന്നും അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വൈഭവങ്ങളെക്കുറിച്ച് സമൂഹത്തിന് ധാരണ ലഭിച്ചതെന്നും മനിതർകാലത്തിലെ കഥാപാത്രമായ കുഞ്ഞമ്പുവേട്ടന്റെ മകൻ രതീഷ് പറഞ്ഞു. ഈ ബിജുവേട്ടൻ വരുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് അറിയൂല, ഇങ്ങനെ പുറത്തുള്ളവർക്ക് അറിയൂല ഇങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ട് എന്നുള്ളത്. അത്യാവശ്യം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ചാനലുകളിലൊക്കെ വന്നത് അപൂർവമായിരിക്കും. പക്ഷെ അച്ഛൻ പിന്നീട് പറയാറുണ്ട്, ഒരു പൂർണ്ണമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്തത് ഇവരാണെന്ന് പറയും. കാരണം അതിലുള്ള കുറെ വാക്കുകളൊക്കെ അച്ഛൻ തന്നെ പിന്നീട് ഇങ്ങനെ പറയും, ഇവർ ഉപയോഗിച്ച വാക്കുകൾ ഈ ഒരു പ്രാവശ്യമല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ, പിന്നെ രണ്ടാമത് കാണാൻ പറ്റൂല. അപ്പോൾ അച്ഛനെ തന്നെ ഇവർ പറഞ്ഞ കുറെ വാക്കുകളൊക്കെ അതിൽ നിന്ന് ഓർമ്മയുണ്ടായിരുന്നു. എഴുത്തിലും മാധ്യമ ജീവിതത്തിലും തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഭാഷയും ജീവിത നിരീക്ഷണവും രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയുമാണ് മനിതർകാലത്തിന്റെയും ശക്തിയെന്ന സംവിധായകൻ ജയൻ മാങ്ങാട് പറഞ്ഞു. മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വി യു മാത്തുക്കുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ അശ്വിനി ഐങ്ങോത്ത് മോഡറേറ്ററായി. കവയിത്രിയും അഭിനേത്രിയുമായ സി പി ശുഭ, ഡോക്ടർ കെ സജീവ്, ഡോക്ടർ പി മഞ്ജുള, സന്തോഷ് ഒഴിഞ്ഞവളപ്പിൽ, എം സുനീഷ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.